ശശി തരൂരും എം.കെ. രാഘവനും കോൺഗ്രസിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ ഓഫറുകളാണ് നിലവിലുള്ളത്. AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തുടങ്ങിയ അന്നു മുതൽ ഇദ്ദേഹത്തിനെതിരാണ് കോൺഗ്രസിൻ്റെ പല ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. നമ്മളൊക്കെ കേട്ടാൽ നടുങ്ങിപ്പോകുന്ന MLA മാരും MP മാരുമൊക്കെ ശശി തരൂരിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്. കോൺഗ്രസിൽ നിന്ന് ആര് പുറത്തേക്ക് പോയാലും ഞങ്ങളത് കണ്ടു നിന്ന് ആനന്ദിക്കുന്നു. അതുപോലെ എല്ലാ ആളുകളും പോകുമ്പോൾ VD സതീശൻ ആനന്ദിക്കാൻ വേണ്ടി പറ്റത്തില്ല. ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ നിലമ്പൂരിൽ വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 1-2 പരിപാടികൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു 10 വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതല്ലാതെ 10 വോട്ട് കുറയത്തില്ലല്ലോ. ശശി തരൂരിന് സ്വന്തമായിട്ട് റോഡ് ഷോ നടത്താൻ ശേഷിയുള്ള ഒരു നേതാവല്ലേ. നമസ്കാരം, വൈറ്റ്സ്വാൻ ടോക്കിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് നടക്കുന്ന അതേ സമയത്ത് കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തു നിന്നുള്ള MP ശശി തരൂർ പാർട്ടിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇത്ര ദിവസവും ഒന്നും മിണ്ടാതിരുന്ന തരൂർ വോട്ടെടുപ്പ് നടക്കുന്ന ആ മുഹൂർത്തത്തിൽ തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. താൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് പോകാതിരുന്നത് പാർട്ടി തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണെന്നാണ് ശശി തരൂർ പറയുന്നത്. ക്ഷണിക്കാൻ ഇത് കല്യാണമല്ലല്ലോ എന്നായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ മറുപടി. എന്തുകൊണ്ടായിരിക്കും തരൂർ ഈ നിർണായക സമയത്ത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു മാധ്യമങ്ങളെ കണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിച്ചത്? അതായത് എനിക്ക് ഇന്നത്തെ ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ വധത്തിന് ശേഷം KK രമയെ സന്ദർശിക്കാൻ പോയ ആ ദിവസമാണ്. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സെൽവരാജ് രാജിവെച്ചതിന് ശേഷം പുതിയ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടക്കുകയാണ്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയുടെ സമയത്താണത്. അതിനോട് തന്നെ നമുക്ക് ഉപമിക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അദ്ദേഹം ആരുടെയെങ്കിലും വീട് സന്ദർശിക്കാനൊന്നും പോയിട്ടില്ല. പക്ഷേ ഇത്രയും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരിൻ്റെ ഈ ഒരു പ്രസ്താവന കോൺഗ്രസ് മുൻകൂട്ടി കാണേണ്ടതായിരുന്നു. ആ കാണാതെ പോയതാണ് കോൺഗ്രസിന് പറ്റിയിരിക്കുന്ന അബദ്ധം എന്ന് പറയുന്നത്. കാരണം ശശി തരൂരിനെ വെറുതെ ഒരു ഞങ്ങളത് ഗൗനിക്കുന്നേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും പോയതാണ് ഇന്ന് ശശി തരൂർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലുള്ളൊരു പ്രസ്താവനയുമായിട്ട് രംഗത്ത് വരാനായിട്ട് കാരണമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ നമ്മൾ പറഞ്ഞിരുന്നു, ശശി തരൂരും M.K. രാഘവനും കോൺഗ്രസിൽ നിന്ന് എങ്ങനെ പുറത്തു ചാടാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴി കോൺഗ്രസ് ആയിട്ട് വെട്ടിക്കൊടുക്കരുത്. കാരണം ഒരു പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം വേണം. ആ കാരണം ഇപ്പോൾ ആയിക്കഴിഞ്ഞു. കാരണം ശശി തരൂർ എന്താ പറയുന്നത്? ശശി തരൂർ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തെ കേന്ദ്ര സർക്കാർ വിദേശ നയതന്ത്ര സംഘത്തിൽ ഉൾപ്പെടുത്തുന്നു. അതിൽ ഒരു സംഘത്തെ നയിക്കാനുള്ള ലീഡറായിട്ട് കൂടി അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് കൂടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരുന്നു. അദ്ദേഹം അത് ഏറ്റെടുത്തു, അദ്ദേഹം പോയി. അതിനെ കോൺഗ്രസ് ആദ്യ പ്രാവശ്യം ഇങ്ങനെ ഒരു കോൺഗ്രസ് പ്രതിനിധിയെ ഉൾപ്പെടുത്തിയതിൽ അസംതൃപ്തി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പിന്നീട് കോൺഗ്രസ് അത് മയപ്പെടുത്തുകയാണ് ചെയ്തത്. അന്ന് തുടങ്ങിയ ഒരു അകൽച്ച ശശി തരൂരിനെ സംബന്ധിച്ചിട്ട് ശശി തരൂരിന് കേന്ദ്ര സർക്കാരിൽ നിന്ന് വലിയ ഓഫറുകളാണ് നിലവിലുള്ളത്. ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരത്തില്ല, അതായത് ഇദ്ദേഹത്തിൻ്റെ ആയുസ്സിൽ ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് ശശി തരൂരിന് കൃത്യമായ ധാരണയുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ, അദ്ദേഹം UN സെക്രട്ടറി സ്ഥാനത്തേക്ക് സ്വതന്ത്രനായി മത്സരിച്ചിട്ടുള്ള ഒരു അന്തർദേശീയ വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തെ ആലങ്കാരികമായിട്ട് വിളിക്കുന്ന ഒരു പദവിയുണ്ട്, വിശ്വപൗരൻ എന്നൊന്നും വിശേഷിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ എങ്കിലും അദ്ദേഹം ഒരു അന്താരാഷ്ട്ര ഫിഗറാണ്. പലപ്പോഴും നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിത്വത്തെ കോൺഗ്രസ് കൈകാര്യം ചെയ്ത രീതി ശരിയാണോ എന്ന് കോൺഗ്രസ് നേതൃത്വം തന്നെ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. ഇദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് സംശയിക്കുന്ന, ഈ സംശയമാണല്ലോ എല്ലാത്തിനും കാരണം, എന്ന് സംശയിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കന്മാർ മനഃപൂർവ്വം ഇദ്ദേഹത്തെ ഒഴിവാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇദ്ദേഹം ഹൈക്കമാൻഡിൻ്റെ സ്ഥാനാർത്ഥിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തുടങ്ങിയ അന്നു മുതൽ ഇദ്ദേഹത്തിനെതിരാണ് കോൺഗ്രസിൻ്റെ പല ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്. ശശി തരൂർ ഒറ്റയ്ക്കാണെന്ന് എന്ന് നമ്മൾ കരുതരുത്. കേരളത്തിൽ തന്നെ ശശി തരൂരിനോടൊപ്പം M.K. രാഘവൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമുക്ക് പേര് പുറത്തു പറയാൻ സാധിക്കാതെ നമ്മളൊക്കെ കേട്ടാൽ നടുങ്ങിപ്പോകുന്ന MLA മാരും MP മാരുമൊക്കെ ശശി തരൂരിൻ്റെ പിന്നിൽ അണിനിരക്കും എന്നുള്ളൊരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്.
ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാതെ UDF മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോവുക ഒരു UDFൻ്റെ പതനം തന്നെ, UDFൻ്റെ പരാജയം തന്നെയായിരിക്കും. ഇത് ഇനിയെങ്കിലും മനസ്സിലാക്കണം. എന്നാൽ ശശി തരൂർ പോയാൽ പൊയ്ക്കൊള്ളണം. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, കോൺഗ്രസിൽ നിന്ന് ആര് പുറത്തേക്ക് പോയാലും ഞങ്ങളത് കണ്ടു നിന്ന് ആനന്ദിക്കുന്നു. അതുപോലെ എല്ലാ ആളുകളും പോകുമ്പോൾ VD സതീശൻ ആനന്ദിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ ശശി തരൂർ എന്ന് പറയുന്ന ആൾ ഒരു നിസ്സാരക്കാരനല്ല. കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ കൃത്യമായ സ്വാധീനമുള്ള ഒരു നേതാവ് തന്നെയാണ് ശശി തരൂർ. ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു. അത് കോൺഗ്രസ് അത് ചെയ്തു കൊടുത്തു, ഇത് ചെയ്തു കൊടുത്തു, 3 പ്രാവശ്യം MP ആക്കിയില്ലേ, 1 പ്രാവശ്യം കേന്ദ്രമന്ത്രിയാക്കിയില്ലേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കറൻ്റ്ലി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണോ, അതിൻ്റെ പ്രസക്തി എന്താണോ എന്നേ കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യത്തുള്ളൂ. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക് പ്രസക്തി ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരള സമൂഹം അദ്ദേഹത്തെ അംഗീകരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പറ്റം ചെറുപ്പക്കാർ കൂടും. ആ പ്രവർത്തകർ കോൺഗ്രസിന് അകത്തുനിന്ന് തന്നെ ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, അദ്ദേഹം പ്രൊഫഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇവിടെ മാത്യു കുഴൽനാടനൊക്കെ കോൺഗ്രസിന് സംസ്ഥാന പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അനവധി ആളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺഗ്രസിൻ്റെ യുവജന നേതാക്കന്മാരുണ്ട്. ഇവരൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ എന്തായിരിക്കും എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നതാണ് പ്രസക്തം. പക്ഷേ തരൂർ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇതുവരെ കഴിഞ്ഞ ദിവസം വരെ മാധ്യമങ്ങളോട് ഇത്തരം വിഷയങ്ങളൊന്നും പ്രതികരിച്ചില്ല. ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ പറയുകയും അദ്ദേഹം തന്നെ വെട്ടിത്തുറന്ന് പറയുകയാണ് നേതൃത്വവുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന്. അദ്ദേഹം എന്താണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു രൂപത്തിലേക്ക് പോകാനുള്ള കാര്യം? മുന്നിൽ BJP തുറന്നു വെച്ച വാതിലുകൾ തന്നെയാണോ ലക്ഷ്യം? തീർച്ചയായിട്ടും. കാരണം BJP മുൻപിൽ, അദ്ദേഹത്തിന് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന വാതിൽ എന്ന് പറഞ്ഞാൽ നിസ്സാരമായിട്ടുള്ളതല്ല. ക്യാബിനറ്റ് റാങ്കോട് കൂടിയ വിദേശ നയതന്ത്ര പ്രതിനിധി എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തെ നിയമിക്കുക. അതുകൂടാതെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതിയുടെ ടേം കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ സാധിക്കും. കാരണം അദ്ദേഹം ഒരു ഇന്റർനാഷണൽ ഫിഗറാണ്. BJP ആ രീതിയിലൊക്കെ തീർച്ചയായിട്ടും ശശി തരൂരിനെ ഉപയോഗപ്പെടുത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ആർക്കും വേണ്ട. പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ശശി തരൂരിനെ പോലെയുള്ള ഒരാളെ നിലമ്പൂരിൽ വിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് 1-2 പരിപാടികൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഒരു 10 വോട്ട് കൂടുതൽ കിട്ടും എന്നുള്ളതല്ലാതെ 10 വോട്ട് കുറയത്തില്ലല്ലോ. അത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഒരു വലിയ തെറ്റാണ്. കാരണം ഇനി എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ശശി തരൂർ ഇന്ന് പൊതുസമൂഹത്തിന് അത് പർപ്പസ്ഫുള്ളി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് തന്നെ അദ്ദേഹം വന്ന് ഇതുപോലൊരു പ്രസ്താവന നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് മനഃപൂർവ്വം പറഞ്ഞിരിക്കുന്നതാണ്. അദ്ദേഹത്തിന് ഇടതുപക്ഷത്ത് നിന്ന് അല്ലെങ്കിൽ BJPയിൽ നിന്ന് കൃത്യമായി എഴുതി കൊടുത്തിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റ് അദ്ദേഹം വായിച്ചിരിക്കുന്നതാണ്. അത് കോൺഗ്രസിനുള്ള ഒരു മറുപടിയാണ്, താക്കീതാണ്. കോൺഗ്രസ് നേതൃത്വത്തിന് ഇനി പത്രക്കാർ ചോദിക്കുന്ന സമയത്ത് ഇവരെന്ത് മറുപടി പറയും? നിങ്ങൾ എന്തുകൊണ്ടാണ് ശശി തരൂരിനെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ക്ഷണിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ, ക്ഷണിച്ചു പോകേണ്ട ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. കോൺഗ്രസിന്റെ MP ആണ്, പ്രവർത്തക സമിതി അംഗമാണ്. അതൊക്കെ ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താനൊക്കെ പറയുന്നുണ്ട്. കാരണം ഇത് കല്യാണമല്ലല്ലോ, ക്ഷണിച്ചിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഈ രാജ്മോഹൻ ഉണ്ണിത്താനും K മുരളീധരനും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ നേതാക്കന്മാർക്കും കൃത്യമായിട്ട് ഇന്ന ദിവസം നിങ്ങൾ ഇന്ന സ്ഥലത്ത് പ്രചരണത്തിന് പോകണം, ഇന്ന ഹൗസ് മീറ്റിങ്ങിന് പോകണം, ഇന്ന സ്ഥലത്തെ റാലിയിൽ പങ്കെടുക്കണം, പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കണം, ഇന്ന റോഡ് ഷോയിൽ പങ്കെടുക്കണം എന്നൊക്കെ കൃത്യമായ ഒരു ചാർട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയല്ലേ. എന്തുകൊണ്ട് ശശി തരൂരിനെ അങ്ങനെ ഒരു കുടുംബയോഗത്തിൽ, ഒരു പൊതുയോഗത്തിൽ, ഒരു റോഡ് ഷോയിൽ ഉൾപ്പെടുത്തിയില്ല? ശശി തരൂരിന് സ്വന്തമായിട്ട് റോഡ് ഷോ നടത്താൻ ശേഷിയുള്ള ഒരു നേതാവല്ലേ. പ്രിയങ്ക ഗാന്ധിയുടെ ഒപ്പം തന്നെ അല്ലെങ്കിലും അതേ രീതിയിൽ തന്നെ ദേശീയ തലത്തിൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ലേ. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളുമായിട്ട് ചർച്ച നടത്തിയിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആ ഒരു ഗ്ലാമറിൽ നിൽക്കുന്ന ഒരു നേതാവിനെ കൊണ്ട് ഇവിടെ നിലമ്പൂര് ഒരു റോഡ് ഷോ നടത്തിച്ചാൽ അത് വിജയിക്കില്ല എന്ന് തോന്നുന്നുണ്ടോ? അപ്പോൾ അത് കോൺഗ്രസ് നേതൃത്വം മനഃപൂർവ്വം ശശി തരൂരിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചടിയാണ് ഇന്ന് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസ് എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? ശശി തരൂർ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് എന്ത് പറഞ്ഞ് ഉത്തരം നൽകാൻ വേണ്ടി പോകും? കാരണം VD സതീശൻ്റെ ഈ ധാർഷ്ട്യം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ധാർഷ്ട്യം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ എത്രത്തോളം? ഇതിൽ നിന്നൊക്കെ സണ്ണി ജോസഫും അതോടൊപ്പം തന്നെ അടൂർ പ്രകാശും ഒക്കെ കുറച്ചുകൂടി മുമ്പോട്ട് വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ നിലമ്പൂർ ഇലക്ഷന് ശേഷം. കാരണം ശശി തരൂരിനെയോ അതല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, കോൺഗ്രസിന് 10 വോട്ട് കിട്ടാൻ സാധിക്കുന്ന നേതാക്കന്മാരെയൊക്കെ കോൺഗ്രസിനൊപ്പം UDFിനൊപ്പം പിടിച്ചു നിർത്തേണ്ടതുണ്ട്. അവരെല്ലാം വെളിയിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ 2026 UDFിൻ്റെ അവസ്ഥ ഇപ്പം 42 സീറ്റുണ്ടെങ്കിൽ അത് 20ലേക്ക് ചുരുങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം.
ഇപ്പം 100 സീറ്റ് നേടി UDF അധികാരത്തിൽ വരുമെന്നൊക്കെ വളരെ പരസ്യമായ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അത് എവിടെ നിന്നാണ് കോൺഗ്രസ് 100 സീറ്റ് അല്ലെങ്കിൽ UDF 100 സീറ്റ് കൊണ്ടുവരിക എന്നുകൂടി ചിന്തിക്കണ്ടേ? വെറുതെ ഇരുന്ന് മനക്കോട്ട കെട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ശശി തരൂരിൻ്റെ ഇന്നത്തെ പ്രസ്താവന നിലമ്പൂർ ഇലക്ഷനെ കൃത്യമായി ബാധിക്കും എന്ന കാര്യത്തിലൊന്നും ആർക്കും സംശയം വേണ്ട. ഇതുപോലുള്ള നിലപാടുകൾ ശശി തരൂരിനെ പോലെ അതൃപ്തരായിട്ട് പാർട്ടിക്കകത്ത് നിൽക്കുന്ന നേതാക്കന്മാരുമായിട്ട് ഒരു സമന്വയത്തിൻ്റെ പാത വെട്ടിത്തെളിക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണം എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. തീർച്ചയായും ശശി തരൂർ വരും ദിവസങ്ങളിൽ കൂടുതൽ കാര്യം പറയും. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് താൻ അധികം കാര്യം പറയാത്തത് എന്നാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കിയത്. ശശി തരൂരിൻ്റെ ഈ പരസ്യ പ്രതികരണം പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഏറെ നാളായി AICC നേതൃത്വവുമായും അതോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുമായും ശശി തരൂർ ശീതസമരത്തിലാണ്. ഏറ്റവും അവസാനം ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ പ്രതിനിധി സംഘത്തിൽ അദ്ദേഹത്തിന്റെ പേര് നൽകാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിരുന്നില്ല. കേന്ദ്ര സർക്കാർ സ്വമേധയാ അദ്ദേഹത്തെ ആ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഒടുവിൽ അത് കോൺഗ്രസിന് അംഗീകരിക്കേണ്ടി. അതുമാത്രമല്ല, ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന വിവരപ്രകാരം ശശി തരൂരിന്റെ മുന്നിൽ BJPയും കേന്ദ്ര സർക്കാരും വാതിലുകൾ മലർക്കെ തുറന്നിട്ട് ചുവന്ന പരവതാനി വിരിച്ചിരിക്കുകയാണ്. അങ്ങോട്ട് നടന്നു കയറേണ്ട സാഹചര്യം മാത്രമാണുള്ളതെന്ന് ദേശീയ മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ ശശി തരൂരിന്റെ ഈ പ്രസ്താവന, അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പര്യടനത്തിന് ക്ഷണിച്ചില്ല എന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് പറയുമ്പോൾ എന്തായിരിക്കും ശശി തരൂരിന്റെ ലക്ഷ്യം? കോൺഗ്രസ് ഈ വിഷയത്തെ ഇനി എങ്ങനെ പ്രതിരോധിക്കും? കോൺഗ്രസിന്റെ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനി എന്തായിരിക്കുമെന്നെല്ലാം തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.